ഹലോ വെൽക്കം ടു സിംപ്ലി കേളി. ഞാൻ ഷപ്ന ഷാഹിൻ. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ പുളിശ്ശേരി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ചെക്ക് ഔട്ട് ദി ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് പാനിലോട്ട് 1 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. ഒരു സ്പെഷ്യൽ പുളിശ്ശേരി എന്ന് പറഞ്ഞില്ലേ, കിവിയാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ സ്റ്റാർ. നല്ല പുളിപ്പുള്ള കിവിക്ക് സാധാരണ പുളിപ്പുണ്ടാവും. ഇത് നല്ല പുളിപ്പുള്ള കിവി എടുക്കുക. 3 പച്ചമുളക്, ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി. നമുക്കിതെല്ലാം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുമിച്ച് തന്നെ വേവിച്ചെടുക്കാം. കിവി കിട്ടിയില്ലെങ്കിൽ നമുക്ക് പൈനാപ്പിൾ യൂസ് ചെയ്യാം. ഇത് ആപ്പിൾ യൂസ് ചെയ്ത് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. കിവി വെച്ച് യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ ഒരു ഫുൾ കിവിയാണ് എടുത്തേക്കുന്നത്. ഈ നന്നായിട്ടൊന്ന് വേകട്ടെ. ഈ 1 കപ്പ് വെള്ളം നന്നായിട്ടൊന്ന് വറ്റട്ടെ. അപ്പോഴത്തേക്കും നന്നായിട്ട് കുക്കാവും. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇപ്പം നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി നമുക്കിനി അരപ്പിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് തേങ്ങ, കറിവേപ്പില, ജീരകം, മഞ്ഞൾപ്പൊടി, ഒരു വെളുത്തുള്ളി. ഇനി നമുക്ക് ഒരു 2 നുള്ള ഉപ്പ് ചേർത്ത് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഈ അരപ്പ് ചേർക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ അരപ്പിൻ്റെ പച്ചമണം മാറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് തിളപ്പിക്കരുത്. ഒരു 1-2 തിള വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നല്ല കട്ട തൈര് എടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് കട്ട തൈരാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. തൈര് ചേർത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കട്ടി കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു 3/4 സ്പൂൺ കടുക്, 3 അല്ലി കൊച്ചുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാൻ മറക്കരുത്. നല്ലൊരു മണം കിട്ടും ഉലുവ പൊട്ടിച്ചിടുമ്പോൾ. നമുക്കിനി ഇത് കറിയിലോട്ട് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ കിവി പുളിശ്ശേരി ഇവിടെ റെഡിയായി. ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ റൈറ്റ് സൈഡിലൊരു കുഞ്ഞു റെഡ് ബട്ടൺ ഉണ്ടാവും. അതിലൊന്ന് പ്രസ് ചെയ്തേക്കണം. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഉണ്ടാവും. അതും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.